السلام عليكم ورحمة الله بسم الله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള സഹോദരങ്ങളെ, സഹീഹുൽ ബുഖാരിയിലെ കിതാബുൽ ഈമാൻ സത്യവിശ്വാസം എന്ന അധ്യായത്തിലെ ബാബു കുഫ്റാനിൽ അശീരി വ കുഫ്രിൻ ദൂന കുഫ്രിൻ എന്ന ബാബ്, അതായത് ഭാര്യയുടെ നന്ദികേട് സത്യനിഷേധത്തിൻ്റെ താഴെയുള്ള കുഫറാണ് എന്ന ബാബിലൊരു ഹദീസ് വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഹദ്ദസന അബ്ദുല്ലാഹി ബിൻ മസ്ലമ അൻ മാലിക് അൻ സെയ്ദ് ബിൻ അസ്ലം അൻ അതാ ഇബ്നു യസാർ അൻ ഇബ്നു അബ്ബാസ് ഖാൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വറഅയ്തു النار فإذا أكثر أهلها النساء يكفرن قيل أيكفرن بالله قال يكفرن العشير ويكفرن الإحسان لو أحسنت إلى إحداهن الدهر ثم رأت منك شيئا قالت ما رأيت منك خيرا قط. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, അദ്ദേഹം പറയുന്നു, ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉരീതു നാറ ഫഇദാ അക്സറു അഹ്ലിഹാ അന്നിസാ യക്ഫുർൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് നരകം കാണിക്കപ്പെട്ടു, അപ്പോഴതാ അതിൽ കൂടുതലും സ്ത്രീകൾ, കാരണം അവർ നന്ദികേട് കാണിക്കുന്നവരാണ്. ഖീല, അപ്പോൾ ചോദിക്കപ്പെട്ടു, അയക്ഫുർന ബില്ലാഹ്, അവർ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവരാണോ? ഖാല, അവിടുന്ന് പറഞ്ഞു, യക്ഫുർനൽ അശീർ, അവർ ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്നു. വയക്ഫുർനൽ ഇഹ്സാൻ, നന്മയെ നിഷേധിക്കുന്നു. ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന അദ്ദഹർ ثم رأت منك شيئا قالت ما رأيت منك خيرا قط. ജീവിതകാലം മുഴുവൻ നീ അവരിലൊരുവൾക്ക് ഗുണം ചെയ്താലും പിന്നെ നിന്നിൽ നിന്ന് അവൾക്ക് അനുചിതമായി എന്തെങ്കിലും കണ്ടാൽ അവൾ പറയും, ഇത്ര കാലമായിട്ടും നിങ്ങൾ എനിക്ക് ഒരു നന്മയും ചെയ്തതായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഹദീസ്. വിശുദ്ധി നിറഞ്ഞ കുടുംബ ജീവിതത്തിന് അടിത്തറയിടുന്നത് വിവാഹമെന്ന പവിത്രമായ കരാറിൽ ഏർപ്പെടുന്നതിലൂടെയാണ്. അതുവരെയും ദർശനവും സ്പർശനവും ഒക്കെ നിഷിദ്ധമാണ്. വിവാഹത്തോടു കൂടി അവർ ഇരുവരും ഇണയും തുണയുമായി ജീവിക്കുന്നു എന്നത് ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. അങ്ങനെ പരസ്പര പൂരകങ്ങളായി ജീവിക്കുന്ന ഇണകൾക്കിടയിലുള്ള കടപ്പാടുകളെക്കുറിച്ച് ബോധവാന്മാരാവൽ അനിവാര്യമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബാധ്യതകൾ പ്രധാനമായും 4 ഉണ്ട് എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. 1, ഭർത്താവിനെ വഴിപ്പെടുക. ഇസ്ലാം അനുവദിച്ചിട്ടുള്ള മേഖലയിൽ എല്ലാം തന്നെ ഭാര്യ തൻ്റെ ഇണയെ അനുസരിക്കണം. അതിൻ്റെ ഗൗരവം ഹദീസിൽ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുകയാണ് എങ്കിൽ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന് ഭാര്യയോട് കൽപ്പിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, സ്ത്രീക്ക് ഏറ്റവും ബാധ്യത മനുഷ്യരിൽ ആരോടാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭർത്താവിനോട്. ഞാൻ ചോദിച്ചു, പുരുഷന് ആരോടാണ്? ഉമ്മയോട്. രണ്ടാമത്തെ കാര്യം ഭർത്താവിനോട് നല്ല നിലയിൽ വർത്തിക്കുക എന്നുള്ളതാണ്. ഭർത്താവിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ ഭാര്യയ്ക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭർത്താവ് തൻ്റെ ഇണയുമായി പൊരുത്തത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കെ അവൾ മരണപ്പെട്ടാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന്. മൂന്നാമത്തെ കാര്യം ശാരീരിക ബന്ധത്തിന് അനുവദിക്കുക. കാരണമില്ലാതെ വഴങ്ങാതിരിക്കുന്നത്
കുറ്റകരമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ സ്വതക്കയുടെ പുണ്യമുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നിഷിദ്ധമായ കാര്യം ചെയ്യുമ്പോൾ അതിൽ കുറ്റമുണ്ട് എങ്കിൽ അനുവദനീയമായ കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അനുവദനീയമായ രീതിയിൽ അത് ചെയ്യുമ്പോൾ പ്രതിഫലം ഉണ്ടാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. നാലാമത്തെ കാര്യം, ഉത്തരവാദിത്തപൂർണമായ ഗൃഹഭരണം. സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. ഉത്തരവാദിത്തപൂർണമായിട്ടുള്ള ഗൃഹഭരണം. കാരണം സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. അതിനാൽ ഭരണത്തെക്കുറിച്ച് അവൾ ചോദ്യം ചെയ്യപ്പെടും. ഇപ്രകാരം തന്നെ ഭർത്താവിനും ഉണ്ട് ചില ബാധ്യതകൾ, ഒരുപാട് ബാധ്യതകളുണ്ട്. പ്രധാനമായും 4 നമുക്ക് കാണുവാൻ സാധിക്കും. 1, ഭാര്യയോട് നല്ല നിലയിൽ വർത്തിക്കുക. 2, മഹർ നൽകുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 3, ഒന്നിലധികം ഭാര്യമാരുണ്ട് എങ്കിൽ അവർക്കിടയിൽ നീതി നടപ്പിലാക്കുക. 4, ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഭർത്താവിനോടുള്ള നന്ദികേട്, അല്ലേ? ഭർത്താവിനോടുള്ള നന്ദികേട് ഇവിടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എനിക്ക് നരകം കാണിക്കപ്പെട്ടു. അപ്പോൾ അതിൽ കൂടുതലും സ്ത്രീകളാണ്. കാരണം അവർ നന്ദികേട് കാണിക്കുന്നവരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ചോദിക്കപ്പെട്ടു, അവർ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവരാണോ? അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അവർ ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്നു, നന്മയെ നിഷേധിക്കുന്നു, ഇഹ്സാനിനെ നിഷേധിക്കുന്നു. കാരണം ജീവിതകാലം മുഴുവൻ നീ അവരിൽ ഒരുവൾക്ക് ഗുണം ചെയ്താലും പിന്നെ നിന്നിൽ നിന്ന് അവൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അനുചിതമായിട്ടുള്ള വല്ലതും കണ്ടു കഴിഞ്ഞാൽ അവൾ പറയും, ഇത്ര കാലമായിട്ടും നിങ്ങൾ എനിക്ക് ഒരു നന്മയും ചെയ്തതായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതാണ് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഭർത്താവിനോടുള്ള നന്ദികേട് കുഫ്റാണ് എന്നാണ് പറഞ്ഞത്. അതായത് ദൈവ നിഷേധത്തിന് താഴെയുള്ള നിഷേധം. രണ്ടിനും പ്രയോഗിച്ചിട്ടുള്ളത് ഒരേ പദം തന്നെയാണ്. അതുകൊണ്ടാണ് സഹാബികൾ തിരിച്ചു ചോദിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പോൾ നരകത്തിൽ സ്ത്രീകളെ കൂടുതലായി പ്രവേശിപ്പിക്കാനുള്ള കാരണം തൻ്റെ ഭർത്താവിനോട് നന്ദികേട് കാണിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് ദൈവനിഷേധത്തിൻ്റെ അത്ര ഗൗരവമല്ല. അതുകൊണ്ടാണ് കുഫ്റുൻ ദൂന കുഫർ എന്ന് ഹെഡിങ് നൽകിയത്. ദൈവ നിഷേധം കൂടുതലും പുരുഷന്മാരിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉണർത്തുന്നുണ്ട്. കാരണം ലോകത്ത് ഏതെല്ലാം നിലക്കുള്ള അക്രമങ്ങളും അതേപോലെ തന്നെ അനീതികളും നടന്നിട്ടുണ്ടോ അവിടെ കൂടുതലും പുരുഷന്മാരാണ്. കൊള്ള, അതേപോലെ തന്നെ ബലാത്സംഗം, കൊല, പിടിച്ചുപറി, മോഷണം മുതലായ വൻ കുറ്റങ്ങൾ ഒക്കെ ചെയ്യുന്നത് അധികവും പുരുഷന്മാർ തന്നെയാണ്. ഈ സത്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ എതിർക്കുന്നില്ല. മറിച്ച് നരകത്തിലേക്ക് മനുഷ്യർ പ്രവേശിക്കുന്ന ആദ്യ സമയമാണ് ഹദീസിൽ ഉദ്ദേശിക്കുന്നത്. ശേഷം ഭർത്താവിനോട് അവൾ പ്രകടിപ്പിച്ച ആ നന്ദികേടിന് ശിക്ഷിച്ച ശേഷം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. നരകത്തിൽ അവളെ ശാശ്വതമാക്കുന്ന നിഷേധമല്ല അവൾ ചെയ്യുന്നത്. അതിനാൽ ശേഷം നരകത്തിൽ കൂടുതൽ പുരുഷന്മാർ തന്നെയായിരിക്കും എന്നും നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും. ഹദീസിനെ വ്യാഖ്യാനിച്ചപ്പോൾ മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫതഹുൽ ബാരിയിൽ ഇപ്രകാരം വ്യാഖ്യാനിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, ഭാര്യമാർ നന്മ ചെയ്തതിന് എതിരാകും എന്ന് പറഞ്ഞതിൽ നിന്ന് സ്ത്രീകൾക്ക് ബുദ്ധിയുടെയും അതേപോലെ തന്നെ ദീനിയായ അറിവിൻ്റെയും കുറവാണ് നബി സല്ലല്ലാഹു അലൈഹി. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വതക്ക കൊണ്ട് പ്രേരിപ്പിച്ചു, അതേപോലെ തന്നെ പൊറുക്കലിനെ അധികരിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു, മറ്റുള്ള സൽക്രമങ്ങൾ ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചു, നന്മകൾ കൊണ്ട് തിന്മകളെ മായ്ച്ചു കളയും എന്ന് അറിയിച്ചു. അങ്ങനെ ഭർത്താവിന് നന്ദികേട് ചെയ്യലും ചെയ്തു കൊടുത്ത നന്മക്ക് നന്ദികേട് കാണിക്കലും വൻ കുറ്റത്തിൽ പെട്ടതാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. അതിനാൽ
നന്ദിയുള്ളവരായിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുന്ന, അവർ നിങ്ങൾക്കൊരു വസ്ത്രമാകുന്നു, നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമാകുന്നു എന്ന് പറഞ്ഞതുപോലെ ആ രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നന്ദിയുള്ളവരായി ജീവിക്കാൻ ശ്രദ്ധിക്കുക, ബന്ധങ്ങൾ സുദൃഢമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.